ടോവിനോടെ സ്റ്റോറി, ആ പടത്തിൻ്റെ സ്റ്റോറി, പടത്തിൻ്റെ വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വാഴ 2, ആട് 3 തുടങ്ങിയ സിനിമകൾക്ക് ശേഷം കേരളം അടക്കി ഭരിക്കാൻ വേണ്ടി ഇതാ മലയാളത്തിൽ നിന്ന് മറ്റൊരു ചിത്രം കൂടി എത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വിഷു കൈനീട്ടമായിട്ട് ടൊവിനോ തോമസ് ആരാധകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുന്ന ഡിജോ ജോസ് ആന്റണി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. മികച്ചൊരു പ്രൈസായിട്ട് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോയിലും കത്തിക്കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടൊവിനോ തോമസ്, വിജയരാഘവൻ, ജോണി ആന്റണി, സുധീർ കരമന, ശ്രീജിത്ത് രവി, ബാബുരാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിലെ ജേക്സ് വിജയാണ് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രം 1980 കാലഘട്ടത്തിലൂടെ കഥ പറഞ്ഞത് ഒരു പീരിയഡ് ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തൊക്കെയാണൊരു മികച്ച ഒരു റൊമാൻറ്റിക് ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി. കയാദു ലോഹറാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. ഇരുവരും ഒന്നിച്ചുള്ള സോങ് ഒക്കെ ഇതിനോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഈ ഒരു സോങ് ആണ്. ഇപ്പോഴത്തെ ചിത്രം കൂടി തിയേറ്ററോട്ടെത്തിയപ്പോൾ പ്രേക്ഷകർ ചിത്രത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു പള്ളിച്ചട്ടമ്പിനെ ആരും തന്നെ മിസ്സാക്കരുത്. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന മികച്ച ഒരു എന്റർടൈനറാണ് ഈ ഒരു സിനിമ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വിഷു ഒക്കെ പ്രമാണിച്ച് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വിഷു കൈനീട്ടം അല്ലെങ്കിൽ ഒരു വിഷു വിരുന്ന്, വിഷു വിജയ ചിത്രം എന്ന് വേണമെങ്കിൽ പള്ളിച്ചട്ടമ്പി മാറുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ ഇപ്പോൾ ആരംഭിച്ചുള്ളൂ. പ്രീമിയർ ഷോയിൽ നിന്ന് മികച്ച റെസ്പോൺസ് നേടിയിട്ടുണ്ടായിരുന്ന ചിത്രം. എന്തൊക്കെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയൊരു ആഘോഷ വരവ് തന്നെ പള്ളിച്ചട്ടമ്പയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവധി ദിനം കൂടി ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഹെവി ബുക്കിംഗ് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ചിത്രം കാണാൻ വേണ്ടി എല്ലാ തിയേറ്ററുകളിലും തന്നെ പ്രഷർ ഇടിച്ചു കുത്തി വരുന്നൊരു കാഴ്ച. പ്രത്യേകിച്ച് ഹൗസ്ഫുള്ളാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തെ തിയേറ്ററുകൾ എന്നുള്ള ചിത്രത്തിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. എന്തൊക്കെയാണ് നിലവിൽ വാഴ 2 എന്ന് പറയുന്ന സിനിമ, അതോടൊപ്പം തന്നെ മോഹിനിയാട്ടം 2, ഭരതനാട്യം, ആട് 3 തുടങ്ങിയ ചിത്രങ്ങൾ വൻ വിജയം നേടി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പള്ളിച്ചട്ടമ്പി കൂടി എത്തിയിരിക്കുന്നത്. പള്ളിച്ചട്ടമ്പിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൂടി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം. വിഷു ചിത്രങ്ങളെ ആരായിരിക്കും വിഷു വിന്നറായിട്ട് മാറുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പം പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് ഇന്ന് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.